നമസ്കാരം. ക്രിക്ക് വ്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള ഏകദിന പരമ്പരയ്ക്കുള്ള ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഏറ്റവും മികച്ച റെക്കോർഡുള്ള സഞ്ജു സാംസണെ ഏകദിന പരമ്പരയ്ക്കുള്ള ടീമിൽ നിന്നും ഒഴിവാക്കിയ നടപടി അത്യന്തം പ്രതിഷേധാർഹമാണ്. ടിയാൻ്റെ അവസാനത്തെ ഏകദിന മത്സരത്തിൽ സെഞ്ചുറി നേടുകയും മാൻ ഓഫ് ദ മാച്ച് ആവുകയും ചെയ്ത കളിക്കാരനായിട്ടും തുടർച്ചയായി അദ്ദേഹത്തെ ടീമിൽ നിന്നും തഴയുന്നത് ഒരു മലയാളി ആയതുകൊണ്ടാണ് എന്നത് വ്യക്തമാണ്. ഒരു മലയാളി ഒരുപാട് വളരേണ്ടതില്ല എന്ന ഒരു വിഭാഗത്തിൻ്റെ കടുംപിടുത്തം മൂലമാണ് ഒരു ചെറുപ്പക്കാരൻ തനിക്ക് ലഭിക്കേണ്ട അവസരങ്ങളെയും ഒരുപാട് കരഘോഷങ്ങളെയും വല്ലാതെ ഹനിക്കപ്പെടുന്ന ഒരവസ്ഥയാണ്. നിലവിൽ ദക്ഷിണാഫ്രിക്കയുടെ പ്ലേയിങ് 11 കളിച്ച് മികച്ച പ്രകടനം കാഴ്ചവെച്ച സെന്തുരാൻ മുത്തുസ്വാമി എന്ന കളിക്കാരൻ തമിഴ്നാട് നാഗപട്ടണം സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് അങ്ങേയറ്റം മനോഹരവും കുറ്റമറ്റതുമാണ്. ഒരുപക്ഷെ ഇന്ത്യക്ക് ലഭിക്കേണ്ട ഒരു മികച്ച ടെസ്റ്റ് താരത്തെയാണ് നമുക്ക് നഷ്ടമായത്. ഒരു പക്ഷേ ഇന്ത്യൻ ടീമിൽ അവസരം ലഭിക്കില്ല എന്ന ബോധ്യത്തോടെ മറ്റൊരു രാജ്യത്തിൻ്റെ കളിക്കാരനായി മാറിയതാകാനാണ് സാധ്യത. ഏതായാലും ഇന്ത്യക്കെതിരെ തന്നെ മികച്ച കളി പുറത്തെടുത്ത് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. സഞ്ജു അതുപോലെ മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടി കളിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ചുവപ്പ് പരവതാനി വിരിച്ച് മറ്റ് രാജ്യങ്ങൾ അദ്ദേഹത്തെ അവരുടെ ദേശീയ ടീമിൽ ഇടം നൽകിയേനെ. സഞ്ജു എന്ന ഒരു വ്യക്തിയല്ല പ്രശ്നം. സഞ്ജു എന്ന വിളക്കിൻ്റെ വെളിച്ചം കണ്ട് പിന്നാലെ നടക്കാൻ കൊതിച്ച ഒരുപാട് ചെറുപ്പക്കാരുടെ പ്രതീക്ഷയുടെ അസ്തമനം കൂടിയാണ് ഒരു കൂട്ടം സ്വാർത്ഥമതികളായ വ്യക്തികളുടെ പ്രവൃത്തി കൊണ്ട് ഇല്ലാതാകുന്നത്. സ്വന്തം കഴിവുകൊണ്ട് ലോകം വെട്ടിപ്പിടിച്ച ജനവിഭാഗമാണ് മലയാളികൾ. അവരുടെ ക്ഷമയെ പരിശോധിക്കാൻ BCCI ഇനിയും ശ്രമിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിന് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.